എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ മൊഡ്യൂൾ 1-ൻ്റെ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 1-ൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടുള്ള കുറച്ച് ബേസിക് ടേംസുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്യൂട്ട്സ് എന്താണ്, നെറ്റ്വർക്ക് എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ആക്റ്റീവ് എലമെൻറ്റ്, പാസീവ് എലമെൻറ്റ്, പിന്നെ ലീനിയർ എലമെൻറ്റ്സ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നോൺ ലീനിയർ എലമെൻറ്റ്സ്, പിന്നെ ബൈലാറ്ററൽ എലമെൻറ്റ്സ്, യൂണിലാറ്ററൽ എലമെൻറ്റ്സ്, അങ്ങനത്തെ പിന്നെ സോഴ്സുകൾ അല്ലേ, വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്, അതിൻ്റെ സിമ്പിൾസ്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. ഇനി നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക്, നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ ആയിട്ട് ആവശ്യമുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നോക്കാം. ബേസിക് നെറ്റ്വർക്ക് ടെർമിനോളജി. ഓക്കെ, അതിലൊന്നാമത്തെ ഒരു കാര്യം ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ? ഇപ്പം ഞാൻ ഒരു സർക്യൂട്ട് ഇവിടെ വരയ്ക്കാൻ പോവാണ്. ഒരു റെസിസ്റ്റർ ഉണ്ട്, വേറൊരു റെസിസ്റ്റർ, അതുപോലെ റെസിസ്റ്റർ, താഴോട്ട് റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, പിന്നെ ഇങ്ങനെയും റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കുള്ളത് ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. ഇവിടെ ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ എന്താണ് ഡയറക്റ്റായിട്ട് കൊടുത്തു. ഓക്കെ, ഇതൊരു സർക്യൂട്ടാണ്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കാണ് അല്ലേ. R1, R2, R3, R4, R5, R6, R7 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, പേര് കൊടുത്തു. ഓക്കെ, R1, R2, R3, R4, പിന്നെ R5, R6, R7. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് നമുക്ക് ബ്രാഞ്ച് എന്താണ് ബ്രാഞ്ച് എന്ന് പഠിക്കാം അല്ലേ. ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, പ്ലസ് മൈനസ്. ഓക്കെ, ബ്രാഞ്ച് ഈസ് ദി പാർട്ട് ഓഫ് ആൻ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ബിറ്റ്വീൻ ടു നോഡ്സ് കണ്ടെയ്നിങ് വൺ ഓർ മോർ ഇലക്ട്രിക്കൽ എലമെന്റ്സ്. സോ രണ്ട് നോഡുകൾക്കിടയിലുള്ള അല്ലെ ഒരു പാർട്ടാണ്, രണ്ട് നോഡുകൾക്കിടയിലുള്ള ഒരു പാർട്ടാണ് എന്ത് പറഞ്ഞാൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പം എന്തായിരിക്കും നോഡ്? അതായത് നോക്കൂ, ഇവിടെ നമുക്ക് എ ഉണ്ട്, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഇങ്ങനെ നമ്മൾ പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നോഡ് എന്ന് പറഞ്ഞാൽ ഈ എ എന്ന് പറഞ്ഞാൽ ഒരു നോഡാണ്, അതുപോലെ ബി ഒരു നോഡാണ്, സി ഒരു നോഡാണ്, ഡി ഒരു നോഡാണ്. അപ്പം എന്താണ് ഈ നോഡ് എന്ന് പറഞ്ഞാൽ? രണ്ട് ബ്രാഞ്ചുകൾ തമ്മിൽ സമ്മേളിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ രണ്ട് ബ്രാഞ്ചുകൾ തമ്മിൽ രണ്ടോ അതിലധികമോ ബ്രാഞ്ചുകൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് എന്ത് പറഞ്ഞാൽ നോഡെന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് നോഡുകൾക്കിടയിലുള്ള ഭാഗം. അപ്പം എയും ബിയും രണ്ട് നോഡുകളാണ് അല്ലേ, അതിനിടയിലുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഒരു ബ്രാഞ്ച് എന്ന് പറയാം. അപ്പം ഏതാണ് ബ്രാഞ്ച്? എ ബി ഒരു ബ്രാഞ്ചാണ്, അല്ലേ. വേറെ ബ്രാഞ്ച് എന്ന് പറയാൻ പറ്റുമോ? ഈ ബിയും സിയും ഒരു ബ്രാഞ്ച് അല്ലേ, ബിയും സിയും ബ്രാഞ്ചാണ്. അതുപോലെ സിയും ഡിയും അല്ലേ, സിയും ഡിയും ഒരു ബ്രാഞ്ചാണ്. ക്ലിയർ ആണല്ലോ. രണ്ട് നോഡുകൾക്കിടയിലുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവിടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവണം, ഒന്നോ അതിലധികമോ ഇലക്ട്രിക്കൽ എലമെന്റ്സ് ഉണ്ടായിരിക്കണം. രണ്ട് നോഡ്, ഇപ്പം ഇതൊരു എഫ് ഇ, ഇത് രണ്ട് നോഡാണ്, ഇതിനിടയിലുള്ള ഈ ഭാഗത്തിന് നമുക്ക് ബ്രാഞ്ച് എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇവിടെ എന്തില്ല, ഇലക്ട്രിക്കൽ എലമെന്റ്സ് ഒന്നുമില്ല. സോ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് രണ്ട് നോഡുകൾക്കിടയിലുള്ള ഭാഗമാണെന്ന് പറഞ്ഞു, പക്ഷെ അവിടെ എന്തുണ്ടായിരിക്കണം, ഒന്നോ അതിൽ കൂടുതലോ ഇലക്ട്രിക്കൽ എലമെന്റ്സ് ഉണ്ടായിരിക്കണം. സോ ക്ലിയർ ആണല്ലോ. പിന്നെ പറഞ്ഞത് സെയിം കറണ്ട് ഫ്ലോസ് ത്രൂ ഓൾ എലമെന്റ്സ് ഇൻ ദി ബ്രാഞ്ച്. അപ്പം ഈ ബ്രാഞ്ചിൽ ഇപ്പം ഒരു ബ്രാഞ്ചിൽ ഇപ്പം രണ്ട് റെസിസ്റ്റർ ഉണ്ടെന്ന് വെച്ചോ, ഇങ്ങനെയാണ് ഒരു ബ്രാഞ്ച്. ഇപ്പം ഇവിടെ എയും ഇവിടെ ബിയും ആണ്. അപ്പം ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ട് നോഡുകൾക്കിടയിലുള്ള ഭാഗമാണെന്ന് പറഞ്ഞു, അതിൽ ഇലക്ട്രിക്കൽ എലമെന്റ്സ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ ആണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ഈ ഒരു ഇതൊരു സീരീസ് സർക്യൂട്ട് അല്ലേ, ഇതിലൂടെ കടന്നു പോകുന്ന R1-യിലൂടെയും R2-യിലൂടെയും കടന്നു പോകുന്ന കറണ്ട് ഐ തന്നെയായിരിക്കും. അതാണ് പറഞ്ഞത് ദ സെയിം കറണ്ട് ഫ്ലോസ് ത്രൂ ഓൾ എലമെന്റ്സ് ഇൻ എ ബ്രാഞ്ച്. ഓക്കെ, ഇപ്പോൾ ബ്രാഞ്ച് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. സോ അതാണ് ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് പറഞ്ഞാൽ ബ്രാഞ്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത്. രണ്ട് നോഡുകൾക്കിടയിലുള്ള
ഇലക്ട്രിക്കൽ എലമെന്റ്സ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒന്നോ അതിലധികമോ ഇലക്ട്രിക്കൽ എലമെന്റ്സ് ഉള്ള ഭാഗത്തെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയാം, രണ്ട് നോഡുകൾക്കിടയിലുള്ള. ഓക്കെ, ഇനി എന്താണ് നോഡ്? നോഡ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു അല്ലേ. നോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞേ. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റൊരു സർക്യൂട്ട് നമ്മൾ വരച്ചു. ഇവിടെ ഒരു എലമെന്റ്സ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇങ്ങനെ ഒരെണ്ണം, പിന്നെ ഇവിടെ ഒരു ബാറ്ററി കൊടുത്തു, അതുപോലെ ഇവിടെ നമ്മൾ ഒരു റെസിസ്റ്റർ വെച്ചു. അപ്പോൾ R1, R2, R3, R4, ഇവിടെ V ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു രണ്ടോ അതിൽ കൂടുതലോ ബ്രാഞ്ചുകൾ. ഇവിടെ പറഞ്ഞു നോഡ് ഈസ് എ പോയിന്റ് വെയർ 2 or more branches ആർ കണക്റ്റഡ്. അപ്പം ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ട് നോഡുകൾക്കിടയിലുള്ള ഭാഗം, ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഉള്ള ഭാഗമാണ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതൊരു A, B, C, D, E, F എന്ന് കൊടുത്താൽ ഇവിടെ നോഡ് ഏതൊക്കെയാ? A ഒരു നോഡാണ് അല്ലേ. ഇവിടെ പറയുന്നത് രണ്ടോ അതിലധികമോ ബ്രാഞ്ചുകൾ കൂടി ചേരുന്ന കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ നോഡ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു എഫ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഞ്ചും അതുപോലെ എ ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചും എവിടെയാണ്? എ എന്ന് പറഞ്ഞ നോഡിലാണ് കൂടിച്ചേരുന്നത്. അതുപോലെ ബി എന്ന് പറഞ്ഞ നോഡ്, ഇതൊരു നോഡല്ലേ, ബി എന്ന് പറഞ്ഞ നോഡല്ലേ, അവിടെ ഏതൊക്കെയാണ്? ഈ ബി ഇ എന്ന് പറഞ്ഞുള്ള ബ്രാഞ്ചും ഈ ബി സി എന്ന് പറഞ്ഞ ബ്രാഞ്ചും അതുപോലെ തന്നെ എ ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചും എവിടെ? ബിയിൽ കൂടിച്ചേരുന്നുണ്ട്. അപ്പം അതാണ് നോഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, so all points joined by an ideal wire are considered one node because they are at the same electrical potential. അത് ഒരു വയർ വഴി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന എന്താണ്? ഐഡിയൽ വയർ വഴി കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ജോയിന്റുകളും എല്ലാ പോയിന്റുകളും നമ്മൾ ഒറ്റ നോഡായിട്ട് കൺസിഡർ ചെയ്യും. അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വന്നിരിക്കുന്ന പോയിന്റ് അത് നേരെ ഇവിടെ ഈ ഒരു ഒറ്റ നോഡ് എടുത്താൽ മതി. അതായത് ഈ ഒരു ബ്രാഞ്ചും നമ്മൾ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതിനിടയ്ക്ക് വേറെ എലിമെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ ഒറ്റ നോഡായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നോഡ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ. അല്ലെങ്കിൽ ഇവിടെ ഈ എന്ന് പറഞ്ഞ നോഡ് മാത്രം എടുക്കാം. എന്നിട്ട് ഈ ഒരു കണക്ഷൻ ഇവിടേക്ക് വരുന്നതായിട്ടും ഇതും അങ്ങനെ മൂന്നെണ്ണം വരുന്നതായിട്ടും 3 ബ്രാഞ്ചുകൾ. ഒന്ന് ഈ ബ്രാഞ്ച്, പിന്നെ ഈ ബ്രാഞ്ച്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു പൊരുൾ. ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് ജംഗ്ഷൻ? ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോഡ് തന്നെയാണ്, പക്ഷെ അവിടെ എന്താ? 3 അതിലധികമോ ബ്രാഞ്ചസുകൾ മീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ആ ഒരു റെസിസ്റ്ററിൻ്റെ ആ ഒരു സർക്യൂട്ടിനെ നമുക്കൊന്ന് വരയ്ക്കാം അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഒരു ബാറ്ററി ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, R1, R2, R3, R4. ഓക്കെ, നമ്മളിതിനൊക്കെ ഒരു പേര് കൊടുക്കുകയാണ്, A, B, C, D. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജംഗ്ഷൻ ഏതായിരിക്കും? നമുക്കറിയാം എ ഒരു നോഡാണ്, 2 ബ്രാഞ്ചുകൾ കൂടി ചേരുന്നത് എ എന്ന് പറഞ്ഞ നോഡ്, എ എന്ന പോയിന്റിലാണ്, അത് ഒരു നോഡാണ്. അതിൽ ബി ഒരു നോഡാണ് അല്ലേ. ബിയിലേക്ക് ഏതൊക്കെ ബ്രാഞ്ചുകളാണ് വരുന്നത്? എ ബിയും ബി സിയും ഡി ബിയും വരുന്നുണ്ട്. പിന്നെ ഏതാ നോഡ്? സി ഒരു നോഡാണ് അല്ലേ. കാരണം എന്താ? ബി സിയും ഈ പറഞ്ഞ സി ഡിയും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു നോഡാണ്. അങ്ങനെയാണെങ്കിൽ ജംഗ്ഷൻ എങ്ങനെയാണ് പറയുക? 3 അതിൽ കൂടുതലോ ബ്രാഞ്ചുകൾ മീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ മിനിമം ഒരു 3 ബ്രാഞ്ചുകൾ മീറ്റ് ചെയ്യുന്ന ഒരു നോഡ് കാണിച്ചു തരാൻ പറ്റുമോ? ഏതായിരിക്കും? അതെ, ബി ആണല്ലേ. ഈ ബി ആണ് 3 ഇവിടെ ബ്രാഞ്ചുകൾ, അതായത് എ ബിയും ഡി ബിയും ഈ ബി സിയും ജോയിൻ ചെയ്യുന്ന ബ്രാഞ്ച് ഏതാണ്? നോഡ് ഏതാണ്? ബി ആണ്. സോ ഈ 3 ബ്രാഞ്ചുകൾ വന്ന് ജോയിൻ ചെയ്ത ബി അതെന്താണ്? ജംഗ്ഷനാണെന്ന് പറയാം. ഓക്കെ, സാധാരണ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് 3 അല്ലേ. നമ്മൾ റോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റോഡ് ഇവിടെ വന്നു, മറ്റൊരു റോഡ് ഇങ്ങനെ പോയി, ഒരു റോഡ് ഇങ്ങനെ പോയി. അപ്പോൾ ഇതൊരു 3ഉം കൂടി ജംഗ്ഷൻ ആണെന്ന് പറയാം അല്ലേ. അല്ലാണ്ട് 2 റോഡ് മാത്രമേ ഉള്ളൂ ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റുമോ? കാരണം അത് വന്ന് നേരെ തന്നെ പോവാണ് അല്ലേ. ഒരു റോഡും കൂടി ഉണ്ടെങ്കിലാണ് നമുക്കതൊരു ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റുക. അങ്ങനെ ഒത്തിരി റോഡുകൾ ഉണ്ടെങ്കിൽ അത് എന്താണ്? ഈ ജംഗ്ഷനായി. 3 കൂടുതലൊക്കെ വരുന്ന സമയത്ത് എന്തായി? ജംഗ്ഷനായി. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് പാത്ത്. എന്താണ് പാത്ത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പാത്തിലൂടെയാണ്. ഇപ്പം
ഈ ഒരു സർക്യൂട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഏതാ? ഈ വഴിയാണ് അല്ലേ? ഈ വഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു പാത്താണ്. പിന്നെ ഇവിടുന്ന് കറണ്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്, താഴോട്ടും മുകളിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു പാത്താണ്, ഇതും ഒരു പാത്താണ്. ഓക്കെ, ഇതൊരു പാത്താണ്, ഇതും ഒരു പാത്താണ്. അപ്പോൾ പാത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എ പാത്ത് ഈസ് എ കണ്ടിന്യൂസ് റൂട്ട് കണക്ടിങ് ടു നോഡ്സ് ത്രൂ വൺ ഓർ മോർ ബ്രാഞ്ചസ്. അപ്പം ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നോ അതിലധികമോ ബ്രാഞ്ചുകളുണ്ട്, പക്ഷേ അതിന് കൃത്യമായിട്ട് പാത്ത് ഉണ്ടല്ലേ. ഇവിടുന്ന് ഒരു കറണ്ട് വരുന്നുണ്ട്, ആ കറണ്ടിനെ ഈ ഒരു ബ്രാഞ്ചിലൂടെയും പോകുന്നുണ്ട്, ഈ ഒരു ബ്രാഞ്ചിലൂടെയും പോകുന്നുണ്ട്. അപ്പം കറണ്ട് കടന്നു പോകുന്ന വഴി അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു പാത്താണ്, കറണ്ട് കടന്നു പോകാനുള്ള ഒരു പാത്താണ്. അതാണ് പാത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് വരച്ച് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബാറ്ററി സോഴ്സ് ഉണ്ട്, വി എസ് പ്ലസ് മൈനസ്, ഇവിടെ എ ബി സി ഡി ഇ എഫ്. ഓക്കെ, ഇവിടെ നമുക്ക് R1 എന്ന് കൊടുക്കാം, R2 എന്ന് കൊടുക്കാം, R3 എന്ന് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ജംഗ്ഷനിലേക്ക് I1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറണ്ട് വരികയാണ്. ഇവിടുന്ന് ഈ ജംഗ്ഷൻ ബി ആണല്ലോ. പിന്നെ അവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, ഈ കറണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് I3 I2 ആയിട്ട് മാറുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് പോസിബിൾ പാത്തുകൾ പറയാൻ പറ്റുന്ന ഏതൊക്കെയാണ്? പോസിബിൾ പാത്ത് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്നാമത് എ ടു ബി, അത് ബി ടു ഇ, ഇ ടു എഫ്, അതായത് എ ടു ബി, ബി ടു ഇ, ഇങ്ങനെ. ഇതാണ് ഒരു പാത്ത്. പിന്നെ വരുന്നത് എന്താണ്? അടുത്ത പാത്ത് ഇവിടെ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും അല്ലേ, രണ്ടാമത്തെ പാത്ത്. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പാത്ത് കൺസിഡർ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇനി ലൂപ്പ്. അപ്പം എന്തായിരിക്കും ലൂപ്പ്? നമ്മൾ ലൂപ്പ് പറയുന്ന സമയത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്നൊന്ന് വരയ്ക്കാം. ഇങ്ങനൊരു സർക്യൂട്ടാണ്. ഇവിടെ R1 ഉണ്ട്, R2 ഉണ്ട്, R3 ഉണ്ട്. എ ലൂപ്പ് ഈസ് എനി ക്ലോസ്ഡ് പാത്ത് ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു ക്ലോസ്ഡ് പാത്തിനെയും നമുക്ക് ലൂപ്പ് എന്ന് വിളിക്കാം. ഏതൊരു ക്ലോസ്ഡ് പാത്തിനെയും നമുക്ക് ലൂപ്പ് എന്ന് വിളിക്കാം. അതായത് നോക്കൂ, ഇവിടെ എ ബി സി ഡി ഇ എഫ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഈ എ ഇപ്പം ലൂപ്പ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ എ ബി ഇ എഫ്, അതായത് എ ബി ഇ എഫ് എ, ഇതൊരു ലൂപ്പാണ്. ഇതൊരു ലൂപ്പാണ്, ലൂപ്പ് 1. ഓക്കെ, മനസ്സിലായോ? ഇതൊരു ക്ലോസ്ഡ് പാത്ത് അല്ലേ, കാരണം എ ബി ഇ എഫ് എ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് പാത്താണ്. അതൊരു ലൂപ്പ് 1 ആണ്. അടുത്ത ലൂപ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതായിരിക്കും? ബി സി ഡി, ബി സി ഡി ഇ ബി അല്ലേ. ബി സി ഡി ഇ ബി ഒരു ലൂപ്പാണ് അല്ലേ. ഇത് ഒരു ലൂപ്പാണ്, ലൂപ്പ് 2. ഇനി ലൂപ്പ് ഉണ്ടോ? ഇനെന്താ ലൂപ്പ് ഉണ്ടോ? 2 ലൂപ്പേ ഉള്ളൂ ആകെ. അതായത് ഇവിടെ പറയുന്നുണ്ടല്ലേ, എനി ക്ലോസ്ഡ് പാത്ത്, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ എനി ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുമ്പോൾ ഈ 2 ലൂപ്പ് മാത്രമല്ല നമുക്ക് കൺസിഡർ ചെയ്യാം. ടോട്ടൽ ആയിട്ടുള്ള ഈ ക്ലോസ്ഡ് പാത്ത് അല്ലേ, ടോട്ടൽ ആയിട്ടുള്ള ക്ലോസ്ഡ് പാത്ത്, ഈ മൊത്തത്തിലുള്ള ക്ലോസ്ഡ് പാത്ത്, ഇത് ലൂപ്പ് 3 ആണ്. അതായത് എ ബി സി ഡി ഇ എഫ് എ, ഇതും ഒരു ലൂപ്പാണ്. ക്ലിയർ ആണല്ലോ? ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഏതൊരു ക്ലോസ്ഡ് പാത്ത്, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ഏതൊരു ക്ലോസ്ഡ് പാത്തിനെ നമുക്ക് ലൂപ്പ് എന്ന് വിളിക്കാം. സോ ആ ലൂപ്പിനുള്ളിൽ 2 ക്ലോസ്ഡ് പാത്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് അറ്റ് ദ സെയിം നോഡ് വിത്തൗട്ട് പാസിംഗ് ത്രൂ എനി നോഡ് മോർ ദാൻ വൺസ്. ഓക്കെ, ഇതിലൂടെ നോഡ് റിപ്പീറ്റ് ആവാതെ ഒരു എയിൽ തുടങ്ങി തിരിച്ച് എയിൽ തന്നെ അവസാനിക്കും. വേറെ നോഡൊന്നും റിപ്പീറ്റ് ആവാതെ തന്നെ എയിൽ തുടങ്ങി തിരിച്ച് എയിൽ തന്നെ അവസാനിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. സെയിം നോഡ് തുടങ്ങി, ഇപ്പം എ എന്ന് പറഞ്ഞ നോഡിൽ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ബി വഴി ഇ വഴി എഫ് വഴി തിരിച്ച് എയിലെത്തി. വേറെ റിപ്പീറ്റേഷൻ ഒന്നും വരുന്നില്ല. അങ്ങനെ. ഓക്കെ, ലൂപ്പ് ക്ലിയർ ആണല്ലോ? അപ്പം മെഷ് എന്തായിരിക്കും? എ മെഷ് is സ്മോളസ്റ്റ് പോസിബിൾ ക്ലോസ്ഡ് ലൂപ്പ് ഇൻ എ പ്ലെയിനാർ സർക്യൂട്ട്. അതായത് ഇപ്പം ആ സെയിം സർക്യൂട്ടിനെ നമുക്കൊന്ന് വരയ്ക്കാം.
R1 ഉണ്ട്, R2 ഉണ്ട്, R3 ഉണ്ട്, R4 ഉണ്ട്, ഇവിടെ ബാറ്ററി ഉണ്ട് അല്ലേ, VS വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൂപ്പായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ABCDEF. ലൂപ്പായിട്ട് ലൂപ്പുകൾ ഏതൊക്കെയാണ് പറഞ്ഞേ? ലൂപ്പ് നമ്മൾ പറഞ്ഞു ABEF എയും പിന്നെ ABCDEF എയും പിന്നെ ഏതൊക്കെയാ BCDEBയും. ഇതാണ് ലൂപ്പുകൾ പറഞ്ഞാൽ. ഇനി മെഷ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് സ്മോളസ്റ്റ് പോസിബിൾ ക്ലോസ്ഡ് ലൂപ്പ് ഇൻ എ പ്ലാനർ സർക്യൂട്ട്. സോ എ മെഷ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി അതർ ലൂപ്പ്. സോ ഇവിടെ നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഏറ്റവും ചെറിയ ലൂപ്പാണ്. അതായത് ABEF ഇതൊരു ചെറിയ ലൂപ്പാണ്. അത് എന്തുവാണ്? അത് മെഷാണ്. കാരണം ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ ലൂപ്പ് ഉണ്ടോ? ഇല്ല. അപ്പം ഏറ്റവും ചെറിയ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് ലൂപ്പാണ് എന്ത് പറഞ്ഞാൽ മെഷ് എന്ന് പറഞ്ഞാൽ. ഇനി വേറെ ഏതാ മെഷ് ഇവിടെ ഉള്ളത്? ഇതല്ലേ, ഇതൊരു മെഷ് അല്ലേ? കാരണം അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ലൂപ്പ് വരുന്നില്ല. അപ്പോൾ BCDEB എന്താണ്? ഒരു മെഷാണ്. ഇനി വേറെ മെഷ് ഉണ്ടോ ഇവിടെ? ഈ ഒരു സർക്യൂട്ടിൽ വേറെ മെഷ് ഉണ്ടോ? ഇല്ല. നമുക്ക് ഈ ടോട്ടലിനെ മെഷ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? മെഷ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു ഏറ്റവും സ്മോളസ്റ്റ് പോസിബിൾ ക്ലോസ്ഡ് ലൂപ്പാണ്. അതിനുള്ളിൽ വേറെ ലൂപ്പ് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ലൂപ്പിന്റെ ഉള്ളിൽ എന്ത് പാടും? ക്ലോസ്ഡ് ലൂപ്പുകൾ എത്ര വേണമെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി ഓപ്പൺ സർക്യൂട്ട് എന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട് എന്തായിരിക്കും? An open circuit is a circuit with broken path, so current cannot flow. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഓപ്പൺ സർക്യൂട്ട് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞിരുന്നു. നമുക്കൊരു ബാറ്ററി ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ ഒരു ബൾബ് ഉണ്ട്, നമ്മൾ കണക്ട് ചെയ്യാണ്. സ്വിച്ച് ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. ഓപ്പൺ സർക്യൂട്ടാണ്. കാരണം എന്താ? കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു പാത്ത് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രോക്കൺ പാത്ത് ആണ് അല്ലേ? മുറിഞ്ഞു പോയിരിക്കുകയാണ്. ഈ ഒരു സ്വിച്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ തടഞ്ഞു. അപ്പം ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട്? എ ക്ലോസ്ഡ് സർക്യൂട്ട് ഈസ് എ സർക്യൂട്ട് വിത്ത് കംപ്ലീറ്റ് കണ്ടക്ടിങ് പാത്ത്. അപ്പം അതേ നമുക്ക് എന്ത് ചെയ്യാം? അതേ ഇതിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ബൾബ് ഉണ്ട്, ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. ഇനി ഇവിടെ ചെയ്യുന്നത് ഈ സ്വിച്ചിനെ നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അപ്പം എന്തായി? ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത് നമ്മളെ ബൾബിലേക്ക് എത്തി അല്ലേ? അതായത് ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എ സർക്യൂട്ട് വിത്ത് കംപ്ലീറ്റ് കണ്ടക്ടിങ് പാത്ത്. കംപ്ലീറ്റ് ആയിട്ടുള്ള കണ്ടക്ടിങ് പാത്തുള്ള അഥവാ കറണ്ടിനെ ഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കുന്ന ആ ഒരു സർക്യൂട്ടാണ് ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഓക്കെ, ക്ലോസ്ഡ് സർക്യൂട്ട്. ക്ലിയർ ആണല്ലോ? ഇനി എന്തായിരിക്കും ഷോർട്ട് സർക്യൂട്ട്? ഷോർട്ട് സർക്യൂട്ട് എന്തായിരിക്കും? നമ്മൾ ഒരു ബാറ്ററിയും ഒരു സ്വിച്ചും അതുപോലെ ഒരു ബൾബൊക്കെ ഉള്ളൊരു ഇത് തന്നെ കൺസിഡർ ചെയ്യാണ്. അപ്പം ഇതിലൂടെ കൃത്യമായിട്ട് കറണ്ട് കടന്നു പോയി നമ്മൾ ഇത് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? പ്ലസ് മൈനസ് വോൾട്ടേജ് സോഴ്സ് കൊടുത്ത് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളെ ഈ കടന്നു പോകുന്ന പാത്തിൽ ഈ ബൾബിൻ്റെ കുറുകെ ഒരു ഷോർട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അത് ഷോർട്ട് സർക്യൂട്ട് ആവും. ഇതിനാണ് നമ്മൾ ഒരു ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. അല്ല, ബൈപ്പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിലൂടെ വരേണ്ട കറണ്ട്, ഇതിലൂടെ ശരിക്കും ഒഴുകേണ്ട കറണ്ട് ഇത്തരത്തിലൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും കറണ്ടിന് റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിലൂടെ സഞ്ചരിക്കാനാണ് താല്പര്യം. അപ്പം ഇതിലൂടെ പോകേണ്ട കറണ്ട് എന്ത് ചെയ്യും? ഇത്തരത്തിൽ ഒരു പാത്ത് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിലൂടെ ഒഴുകും. അപ്പം അതിലെ നമ്മൾ കൊടുക്കുന്ന ഫുൾ കറണ്ടും എമൗണ്ട് ഏതിലൂടെ വരും? ഇതിലൂടെ ഒഴുകും. അപ്പം അത് എന്താ? സർക്യൂട്ടിന് കംപ്ലൈൻ്റ് ആണ് ഷോർട്ട് സർക്യൂട്ട്. സോ ഇവിടെ ബൾബ് പ്രകാശിക്കില്ല, ലൈറ്റ് ബൾബ് പ്രകാശിക്കില്ല. അത് അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ടിൽ എന്താണ്? റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ഓക്കെ, കറണ്ട് എന്താണ്? ഹൈ ആയിരിക്കും, ബിക്കം വെരി ഹൈ ആയിരിക്കും. അതുപോലെ ഡാമേജ് ചെയ്യും അല്ലേ? ഡാമേജ്, നമ്മുടെ എക്യുപ്മെൻ്റ് ഏതാണോ അതിന് ഡാമേജ് ഉണ്ടാക്കും. സോ
അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ നമുക്ക് MCB ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി MCB ട്രിപ്പ് ആവും, നമ്മുടെ സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും. പ്രൊട്ടക്റ്റീവ് ഡിവൈസ് നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ ആ സർക്യൂട്ടിനെ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഡിവൈസിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. എ ഷോർട്ട് സർക്യൂട്ട് ഈസ് ആൻ അൺവാണ്ടഡ് കണക്ഷൻ ഓഫ് വെരി ലോ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് കോസിങ് എക്സസീവ് കറണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത അമിതമായ കറണ്ട് കടന്നു പോകുന്ന ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള കണക്ഷനാണ് അത്. അവിടെ വെരി ലോ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സർക്യൂട്ട് വരച്ചിട്ട് ഇതിൽ നോഡ് കണ്ടുപിടിക്കുക, അതുപോലെ ബ്രാഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ ലൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക, മെഷ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ വേറെന്താ, ബ്രാഞ്ച് ജംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. സോ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാവാത്തവർ വീണ്ടും ഒന്ന് കണ്ടിട്ട് അതെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു പ്രോബ്ലം സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പം താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഓംസ് ലോയും അതിൻ്റെ ബേസിക് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസും ആണ്. കാരണം നമുക്ക് മെയിനായിട്ടൊരു സർക്യൂട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്ക് ഓംസ് ലോ അത്യന്താപേക്ഷിതമാണ്. സോ നമുക്ക് ഓംസ് ലോയും അതിൻ്റെ ബേസിക്കൽ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.